ലാസ്റ്റ് മറ്റേ ഇതിലത്തെ വന്ന് പറഞ്ഞ പോലെ അങ്ങുന്നേ മരം ആ വളവില് ഇങ്ങനെ എത്ര നാള് ഞാൻ വീട്ടിലകത്ത് ശരണിട്ട പോലെ പപ്പ മറ്റേ ഫ്രണ്ട്സിലെ മറ്റേ ശ്രീനിവാസ് ഇരിക്കണ പോലെ ഇരിക്കുക. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഫാമിലി. താടിയും പൊട്ടോ. അപ്പൊ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. മോതങ്ങോട്ട് വീണോളൂ. ഓപ്ഷൻ കൂടി കൊടുത്താൽ നമ്മളിടുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇത് വരും. അതെ, ലൈക്ക് അടിക്കാൻ മറക്കരുത്. എല്ലാവരും ലൈക്ക് അടിച്ചുകൊണ്ട് സ്റ്റാർട്ട് ചെയ്ത് കാണാം. അതുപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് താടിയും പൊട്ടും ഒഫീഷ്യൽ, ഫേസ്ബുക്ക് താടിയും പൊട്ടും, സെക്കൻഡ് ചാനൽ താടിയും പൊട്ടും ടോക്സ്. അപ്പൊ ഞങ്ങളിപ്പോ കാറിലാണ്. ഞങ്ങള് ഒരു നമുക്ക് ലൈറ്റ് ഒക്കെ ഇട്ട് സഹായിക്കാനുള്ള ലൈറ്റ് മാൻ ഉണ്ട്. ഗുഡ് ബൈ. അപ്പൊ ഞങ്ങള് നമ്മളിവിടേക്ക് വേളിയിലേക്ക് ഞങ്ങള് വേളി പള്ളിയിലേക്ക് വന്ന് കണ്ട. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഒരു ചെറിയൊരു ഈവനിങ് ഞങ്ങൾ ഇപ്പൊ എടുക്കാന്ന് വിചാരിച്ചുള്ള, ഞങ്ങൾ എടുക്കാൻ പിന്നെ പ്ലാൻ ആയില്ല. പിന്നെ തോന്നി എടുക്കാന്ന്. അപ്പൊ ഞങ്ങള് വേളി പള്ളിയിൽ പോയിട്ട് അവിടെ തന്നെ ബീച്ച് ഉണ്ടല്ലോ. അപ്പൊ ഞങ്ങളിപ്പോ കൊറേ നാളായി ബീച്ചിൽ വന്നിട്ട്. അപ്പോസിന്റെ എക്സാമും ഒക്കെ ആയിട്ട് പിന്നെ വിച്ചു വൈകുന്നേരങ്ങളിൽ ലേറ്റ് ആയിട്ടൊക്കെ വരാം. അപ്പൊ ആദിസിനൊക്കെ അപ്പൂസിനൊക്കെ കുറെ നാളെ ഒന്ന് റിലാക്സ് ചെയ്ത് അവിടെ ഒന്ന് കുറച്ച് സമയം ഇരിക്കണം. അപ്പൊ കാരണം ഇപ്പൊ ഒരു അസുഖങ്ങൾക്കൊന്ന് വന്ന സാധനങ്ങളൊക്കെ ഒന്ന് മാറി സെറ്റായി വരികയാണ്. അപ്പൊ ഒന്ന് ഉഷാറാവാൻ ഒന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവർക്കും താങ്ക് യു. അപ്പൊ ഒന്ന് സെറ്റായി വരുന്നുണ്ട്. അപ്പൊ നമ്മളൊന്ന് റിലാക്സ് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ നമ്മള് വേളി പള്ളിയിലേക്ക് പോയി പ്രാർത്ഥിച്ച് നമ്മള് ബീച്ചിൽ പോവും. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ ഇതിൽ കാണിക്കാം. അപ്പൊ നിങ്ങളെല്ലാവരും നമ്മുടെ കൂടെ കൂടിക്കോ. അപ്പൊ നമുക്ക് കാണാം. ഓക്കെ, ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കും. അവൻ വണ്ടിയിൽ കയറി ഇത്ര നേരം ഭയങ്കര കളിയായിരുന്നു. പിന്നെ ഞങ്ങള് കുറച്ച് വീഡിയോ അല്ല, ഫോട്ടോഷൂട്ടും 2-3 റീലൊക്കെ എടുത്തായിരുന്നു. പിന്നെ അവിടെ കിടന്ന് കുറെ നേരം ഓടി കളിച്ചു. അപ്പൊ അവന് ടയേർഡായിട്ട് നേരത്തൊന്നും ഉറങ്ങിയിട്ടില്ല. നമ്മളെ കോമഡി ഷോർട്സ് ഒന്നും എടുക്കാനുള്ള ടൈമൊന്നും കിട്ടിയിട്ടില്ല. ഗ്യാപ്പിലൊക്കെ എടുക്കണം. അപ്പൊ എന്തായാലും നമ്മള് ഞാൻ ഭാഗം കാണിക്കും. നമ്മളിതാ പോയിക്കൊണ്ടിരിക്കാനുള്ള ഏകദേശം എത്താറായി. ഞാൻ വെള്ളത്തിലൊന്നും ഇറങ്ങണില്ല ടപ്പൂസും. ആദ്യം ചെലപ്പോ ഉറങ്ങിയ കാരണം എനിക്ക് എന്തായാലും അവിടെ എത്തുമ്പോ എണീക്കും. ഞങ്ങൾ പള്ളിയിൽ ഇറങ്ങണ ആദ്യം കളിക്കാൻ ബീച്ചിൽ എത്തുമ്പോ അവന് ഇഷ്ടമാണ്. അവന് ബീച്ചിൽ കളിക്കാനുള്ള ടോയ്സ് ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ വെള്ളത്തിൽ ഇറങ്ങാണ്ടിരിക്കാൻ മാക്സിമം നോക്കാം. കാരണം ഈവനിങ് ആയതുകൊണ്ട് അത്യാവശ്യം തണുപ്പും കാര്യങ്ങളുണ്ടാവും. ഇന്നല്ലെങ്കിൽ തന്നെ ആദ്യം സ്വന്തമായിട്ട് ഒരു ലോഡ് പ്രാവശ്യം കുളിച്ച് തന്നെ കുളിയായിരുന്നു ഷവറില്. അപ്പൊ ഞങ്ങള് വെള്ളത്തിന്റെ അടുത്ത് കുറച്ച് മാറി കുറെ നേരം ഇരിക്കാന്ന് വിചാരിച്ചു, റിലാക്സ് ചെയ്തൊന്ന് ഇരിക്കാനൊക്കെ ആയിട്ട്. അപ്പൊ ഈവനിങ് ഒക്കെ ആയതുകൊണ്ട് നല്ലൊരു ആംബിയൻസ് ഒക്കെ ആവും. അപ്പൊ പെട്ടെന്ന് ഇവിടെ പള്ളിയില് കുർബാനകളൊക്കെ ഈവനിങ് ഉണ്ട്. അപ്പൊ എന്താ പറയാ, ഇവിടെ കൊറേ പള്ളി ഉണ്ട് അല്ലേ. പള്ളിത്തുറയാണ് ഇത്. പള്ളിത്തുറ എന്ന സ്ഥലമാണ് ഗൈസ്. അപ്പൊ നമ്മളെ ഇവിടെ തിരുവനന്തപുരത്തുള്ള ആൾക്കാർക്കൊക്കെ അറിയാം. ഇവിടെ തുമ്പ ബീച്ച്, വേളി, റോക്കറ്റ്, വേളി, ഇത് ഇങ്ങനത്തെ സ്ഥലം. അപ്പൊ ഇവിടെ അടുത്താണ് മറ്റേ ISROന്റെ ഒക്കെ പരിപാടികളൊക്കെ നടക്കുന്നത്. ആ വഴിക്ക് തന്നെയാണ് നമ്മൾ വേളിയിലേക്ക് പോവാ. അപ്പൊ വേളിയിലാണ് ഞങ്ങള് കൂടുതലും പള്ളിയിലേക്ക് പോവാറ്. പള്ളി അധികം വരാറ്. എന്തെങ്കിലും വിശേഷങ്ങളൊക്കെ ഉണ്ടെങ്കിലാണ് വെട്ടുകാട് പോവാറ്. പിന്നെ പെട്ടെന്ന് ഈവനിങ് പോവാറ് തുമ്പയായിരുന്നു കഴിഞ്ഞ കൊല്ലൊക്കെ. പിന്നെ എല്ലാ വഴികളിലും മറ്റേ കണിക്കൊന്ന പൂത്ത് നിൽക്കുന്നുണ്ട്. ഇത് കാണിക്കൊന്നല്ല, വീട്ടില് ബോഗൻവില്ല റോസ് കളറ്, കണിക്കൊന്ന മഞ്ഞ കട്ട രണ്ടും ഒരുമിച്ച് കട്ട കുത്തി നിൽക്കുക. പള്ളിയിലകത്താ ഇന്റർകാസ്റ്റ്. പിന്നെ അപ്പൂസ് ഇപ്പോ എക്സാം ഒക്കെ കഴിഞ്ഞ് ഫ്രീ ആയിട്ടിരിക്കാല്ലോ. അപ്പൂസ് വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അപ്പൊ നമ്മുടെ ലൈവിൽ ഒരുപാട് പേര് വന്നായിരുന്നു. എല്ലാവർക്കും താങ്ക്സ്. വീഡിയോസ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നവർക്കും ഒരുപാട് താങ്ക്സ്. നമ്മള് ന്യൂ ഇയറിനല്ലോ പള്ളിയാണ് ഇവിടെ. ഇതാണ് ന്യൂ ഇയറിന് വന്ന പള്ളി. അപ്പൊ കുർബാന നടക്കണ കുരിശിന്റെ വഴിയാണ്.
അപ്പൊ അങ്ങനെ ആവാറായി, നോമ്പ് ഇടാറായി അല്ലേ? ഒരു 20-19 ദിവസം ഉണ്ട്. ഇനി ആശാനിന്റെ അപ്പൊ ഗായ്സ്, നമ്മുടെ വീഡിയോസ് എല്ലാവരും മുടങ്ങാതെ കാണാൻ ശ്രമിക്കും. നമ്മളോട് ഇഷ്ടമുള്ള ആൾക്കാര്, നമ്മുടെ കാര്യങ്ങൾ അറിയാൻ വേണ്ടി ശ്രമിക്കുന്ന ആൾക്കാര് അങ്ങനെ തുടർന്ന് നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവുക. കമന്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്ത് അറിയിക്കുക. അപ്പൊ അങ്ങനെ ഇങ്ങനെ പോയോണ്ടിരിക്കണു. ആദിസ്കൂട്ടൻ പഠിക്കണേന്നൊക്കെ ചോദിച്ചിരുന്നു. പുതിയ ആളുകളായിരിക്കും അവർക്ക് അറിയില്ല. പഴയ വീഡിയോസ് ഇപ്പൊ നമ്മള് ഏറ്റവും ഫസ്റ്റ് പോയി കാണാൻ പറയുമ്പോ ആൾക്കാർക്ക് ചിലപ്പോ കാണാനൊന്നും നിക്കില്ല. അപ്പൊ അതുകൊണ്ടാണ് എങ്ങനെയാണെന്നൊക്കെ അറിയണമെങ്കിൽ അപ്പൊ ഇപ്പോഴത്തെ വീഡിയോസ് എങ്കിലും കണ്ടു തുടങ്ങി കഴിഞ്ഞാൽ മനസ്സിലാവും. പിന്നെ എന്താ പറയാ, എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു. ഒരുപാട് സ്ഥലങ്ങളിൽ പലതരത്തിലുള്ള പനികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. എല്ലാവരോടും പറയാനുള്ളത് എല്ലാവരും ശ്രദ്ധിക്കുക. വന്നു കഴിഞ്ഞ അസുഖങ്ങളൊക്കെ മാറാൻ മാക്സിമം പറ്റണവര് ചെയ്യുക. പിന്നെ ഇതുപോലൊക്കെ നമ്മൾക്ക് വളരെ റയറായിട്ടാണ് ഒന്ന് റിലാക്സിങ് ടൈം കിട്ടുക. അതെ, ഫ്രീ ടൈം കിട്ടുന്നത് ഭയങ്കര കുറവാണ്. അപ്പൊ അത് കാരണം ആ കിട്ടണ സമയത്തെങ്കിലും ഞങ്ങള് എന്തുണ്ടായാലും എന്തൊക്കെ കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പക്ഷെ ഞങ്ങള് വിചാരിച്ചു കൊറേ നാളായിട്ട് ഞങ്ങള് ബീച്ചിലേക്കും അതേപോലെ അതിനും കൊണ്ട് എങ്ങോട്ടെങ്കിലും പാർക്കിലൊക്കെ വന്നിട്ട് ഒരുപാട് നാളായി. കാരണം അതിനൊന്നും നേരം കിട്ടുന്നില്ലേ. ലൈറ്റ് ആയിട്ടാണ് കുറച്ച് നാളായിട്ട് വരുന്നുണ്ടായിരുന്നു. അപ്പൊ ഈവനിങ് പോക്ക് ഞങ്ങക്ക് ശരിക്കും പണ്ടൊക്കെ ഞങ്ങൾ പുറത്തുള്ളപ്പോ ഈവനിങ് എപ്പോഴും പാർക്കിൽ പോയായിരുന്നു. ലാംബോസിനൊക്കെ കൊണ്ട് ഞങ്ങൾ എപ്പോഴും പോകാറുണ്ടായിരുന്നു ബീച്ചിലൊക്കെ. പക്ഷെ ഇപ്പൊ അതിന് പറ്റണില്ല. അപ്പൊ ഇന്ന് എന്തായാലും ഞങ്ങള് ഇനിയിപ്പോ സത്യം പറഞ്ഞ വീഡിയോസ് ഒക്കെ കൊറേ ഞങ്ങൾ അപ്പൊ ഒരു ജിം ക്ലാസ് കണ്ട അങ്കത് കണിക്കൊന്നൊക്കെ ഇനി ആ സമയം നമുക്ക് കിട്ടും. കണിക്കൊന്ന പൂത്തുകണ സമയത്ത് എല്ലായിടത്തും ഉണ്ടാവും. ആവശ്യമില്ലാത്ത സമയത്ത് എല്ലായിടത്തും ഉണ്ടാവും. ഏപ്രിലാകുമ്പോഴേക്കും പൂക്കും, 14 ആകുമ്പോഴേക്കും കഴിയും. കാണില്ലേ? ഇപ്പൊ ഈ വട്ടം നമുക്ക് വന്നിട്ടുള്ളത് ഏപ്രിൽ 13 ഓശാന, 14 വിഷു, 20-ാം തീയതി നമ്മുടെ ഈസ്റ്റർ, 21-ാം തീയതി അപ്പന്റെ ബർത്ത്ഡേ അല്ലേ? പിന്നെ എനിക്കൊരു എന്റെ കൂട്ടുകാരന്റെ ഇത്ര കല്യാണം ഉണ്ട്. അപ്പൊ എല്ലാം നോയമ്പിന് ശേഷമാണ്. അത് കറക്റ്റ് എന്റെ ബർത്ത്ഡേ കറക്റ്റ് അല്ലേ? ബർത്ത്ഡേയും എല്ലാതും ഈസ്റ്ററിന് തൊട്ട് ഇനി അങ്ങോട്ട് ആഘോഷങ്ങൾ ഈ മാസം. അപ്പൊ ഈ നോമ്പ് കാലം എല്ലാവരും നല്ല രീതിയിൽ മനസ്സിന് ഇപ്പൊ നാളെ ഇനി ഇതായി നാളെ ബക്രീദാ, റമദാനല്ലേ? റമദാൻ നാളെ റമദാനാണ്. അതെ, അപ്പൊ എല്ലാവർക്കും റമദാൻ ആശംസകൾ കൂടി. അതെ, അപ്പൊ റമദാൻ ആശംസകൾ എല്ലാവർക്കും നേരുന്നു. അഡ്വാൻസ്ഡ് വിഷു ആശംസയും ഹാപ്പി ഈസ്റ്ററും. ഹാപ്പി റമദാൻ. ഹാപ്പി റമദാൻ. കുറച്ചുകൂടി പോവാണ് കേട്ടോ നമുക്ക്. വേളി തുടങ്ങി തുമ്പാണ് അടുത്ത് നമ്മുടെ. തുമ്പ അടുത്ത്, വെട്ടുകാട്, പിന്നെ വേളി കഴിഞ്ഞ കുറച്ചു വെട്ടുകാട്. വെട്ടുകാടൊക്കെ നല്ല തിരക്കായി ഈ നേരത്തൊക്കെ. ഞങ്ങക്ക് പള്ളിയിലും കൂടി കയറി കുറച്ച് സമയം പ്രാർത്ഥിക്കണം. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്ന വേളി പള്ളിയിൽ വന്നിട്ട് പിന്നെ അവിടെ ബീച്ചിൽ റിലാക്സ് ചെയ്തോണ്ടിരിക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഗായ്സ്, ഞങ്ങള് സ്ഥലം മെത്താറായി RFF ക്യാമ്പിന്റെ അടുത്തെത്തി. ഞങ്ങളിങ്ങനെ സംസാരിച്ച് ഇങ്ങനെ ഓരോന്നിങ്ങനെ പറഞ്ഞു വരുമായിരുന്നു. എന്തെങ്കിലും അപ്പ് പറയും, അപ്പൊ അതിന്റെ കൗണ്ടർ പറയും, അപ്പൊ ഞാനൊരു കൗണ്ടർ പറയും, അപ്പൊ വേറൊരു കൗണ്ടർ പറയും. അപ്പൊ ഞങ്ങളിങ്ങനെ പറയണ ഈസ്റ്ററിന്റെയും വിഷുവിന്റെയും ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങള് ഇനിയാണ് തീരെ സമയമില്ലാണ്ടാവുക പറഞ്ഞോണ്ടിരിക്കുന്നത്. എല്ലാം പെട്ടെന്ന് വരല്ലേ എല്ലാതും. അത് കഴിയുമ്പോഴേക്കും അപ്പൊ പോവാറാവും. അതൊന്നും എന്നെ ഓർമ്മപ്പെടുത്തല്ലേ പൊന്നേ. അയ്യോ, എന്റെ ചങ്ങാതി എനിക്കറിയാം. അവനിപ്പോ ലാല് മേത്ത് കൊടുക്ക. ലാലിന്റെ പടം സിദ്ദിഖ് ലാലിലെ ലാല്. അല്ല അതിനോടൊന്ന് വഴി ചോദിക്കുക പെണ്ണിനോട്. മറ്റേ ഈ പേടിച്ച് കുറച്ചോണൊക്കെ വണ്ടി ഞാനൊക്കെ പൊന്നോ, ഒന്നും പിന്നും മുന്നിലും പിന്നെ വണ്ടി ഓടിക്കും. ഓരോരുത്തർ
കൊല്ലാൻ വേണ്ടി നെഞ്ചത്തി വരും. ഞാൻ ഇപ്പൊ പറഞ്ഞല്ലോ ഒരു ഡാഷ് ക്യാം എന്തെങ്കിലുമൊക്കെ ഒന്ന് മേടിച്ചു വെക്കണം. കാരണം ഇപ്പൊ എല്ലാവരും നെഞ്ചത്തിക്കാണ് വന്നോണ്ടിരിക്കണത്. നമ്മള് വരേക്ക് പോയാലും കാര്യമില്ല, എല്ലാവരും ഇങ്ങോട്ടേക്കാ. പഠിച്ച പെട്രോള് കഴിയുന്നു. ശരം തോറ്റു പോവും. ലാസ്റ്റ് മറ്റേ ഇതിലത്തെ വന്ന് പറഞ്ഞ പോലെ അങ്ങുന്നേ ഞാൻ മരം ആ വളവില് ഇങ്ങനെ എത്ര നാള് ഞാൻ വീട്ടിലകത്ത് ശരം കിട്ട പോലെ. പപ്പ മറ്റേ ഫ്രണ്ട്സില് മറ്റേ ശ്രീനിവാസ് ഇരിക്കണ പോലെ ഇരിക്കുക. അന്ന് വണ്ടി അപ്പന് ആ സമയത്ത് പള്ളിക്ക് പപ്പ പോവാൻ നിക്ക. പപ്പ ഞാൻ കൊണ്ടാക്കാന്ന് പറഞ്ഞു. പപ്പ ആ ടൈമില്ല ആദ്യമായിട്ട് കയറണേ. അല്ല അതിന് മുമ്പ് കയറിയില്ല. പക്ഷെ അന്നത്തെ ദിവസം ഒന്ന് പടച്ചതാ. കേറി പപ്പ ഇങ്ങനെ ഇരിക്കപ്പ അവൻ 2 കൈക്ക് പിടിച്ചിട്ട് പറപ്പിച്ചു. എനിക്ക് പിന്നെ ഫ്രണ്ട്സില് മറ്റേ ശ്രീനിവാസൻ ജയറാമിന്റെ പെങ്ങളുടെ വണ്ടിയില്. അപ്പൊ ഗായ്സ് ഞങ്ങള് വേളി എത്തിട്ടോ, പള്ളി എത്തി. എന്നിട്ട് നല്ല വിറക്കുണ്ട്, കുർബാന നടക്കുന്നുണ്ട്. ഈവനിങ് കുർബാന ഉണ്ട്. ഞങ്ങള് ചില സമയങ്ങളിലൊക്കെ ഈവനിങ് കുർബാന കുർബാന നടക്കുന്നുണ്ട്. ആൾക്കാര് ബസ്സും വല്ലാണ്ടല്ലോ ഇവിടെ. അത് തമിഴന്മാര് കണ്ടോ ചൂട്. മാതാവിന്റെ പള്ളികൾ സന്ദർശിക്കാൻ വേണ്ടി വരുന്നില്ലേ നോമ്പല്ലേ. 8 മിനിറ്റ് ആളില്ല, ഞങ്ങളെടുത്താ മതി. നോക്കാം. താങ്കൊക്കെ ഉണ്ടല്ലോ അപ്പോ. അപ്പൊ ഗൈസ് ഞങ്ങളിവിടെ പള്ളിയിലവിടെ ഇറങ്ങിട്ടാ. പള്ളിയിലവിടത്തെ എന്താണെന്നുണ്ടെങ്കിൽ വെട്ടുകാടും വേളി എന്ന് പറയണത് നമ്മുടെ നേരത്തെ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ കണ്ടിട്ടുള്ളവർക്ക് അറിയാം, ഒരു സിമിലാരിറ്റി ഉണ്ട്. അതെ, ഇത് പള്ളി ഇത് ബീച്ച്. ഇത് പള്ളി, ഇത് പള്ളിയുടെ ഇത് ഫ്രണ്ടല്ലോ, ബാക്കാണ്. പക്ഷെ ബീച്ച്. പിന്നെ വേളി പള്ളി എന്ന് പറഞ്ഞാൽ ഈ പള്ളിയുടെ ബാക്കായാലും പള്ളിയും ബീച്ചും തമ്മിൽ കുറച്ച് ഡിസ്റ്റൻസ് ഉള്ളു. വെട്ടുകാടി കുറച്ച് അധികം ഡിസ്റ്റൻസ് ഉണ്ട്. ഇത് കിട്ടില്ല കേട്ടോ ഇവിടെ. വേളി പള്ളിയിലേക്ക് വന്നിട്ട് അറിയാം, യൂണിക്കോണിന്റെ ഇതില്ലേ കൊമ്പ്, അതേപോലെയാണ് ഫുള്ള് ഡിസൈൻസ് തിരിഞ്ഞിരിക്കണതാണ്. അപ്പൊ ഗായ്സ് ഇതാണ് നമ്മുടെ വേളി പള്ളി. പൊന്നും ആദ്യം ഇറങ്ങാൻ പൊന്നിറങ്ങിയില്ലേ, പൊന്നതിനുള്ളിൽ ഇരിക്കുകയാണ്. കുറച്ച് ഞങ്ങൾ ഇതൊക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇറങ്ങും. അപ്പൊ ഇവിടെ നിൽക്കുമ്പോ നല്ല തണുത്ത കാറ്റുണ്ട് കേട്ടോ അല്ലെ, ചെറിയൊരു ഇളം തണുപ്പ്. ചൂട് ഉണ്ടാകുന്ന പരിപാടിയൊക്കെ ഇവിടെ വന്നപ്പോ ഇല്ല. അടിപൊളിയാണ്. സമാധാനമുണ്ട്. വേളി പള്ളി കാണാത്ത തിരുവനന്തപുരത്തല്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് വേളി പള്ളിന്റെ ബാക്ക്, അതെ, ഫ്രണ്ട് നമ്മൾ അവിടെ നിന്ന് കാണിച്ചു തരാം. യെസ്. അപ്പൊ ഇതാണ് നമ്മുടെ വേളി ബീച്ച് ഗൈസ്. വാ പോവാ. പിന്നെ ഞങ്ങള് പള്ളിയിലേക്ക് ജസ്റ്റ് കയറി പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങണം. അപ്പോഴേക്ക് ആദ്യക്കൂട്ടം എന്തായാലും എണീക്കിപ്പോ. അപ്പൊ അവൻ എന്തായാലും ഇങ്ങനെയാണ് അവൻ്റെ മൂടുന്നതനുസരിച്ചാ ചിലപ്പോൾ അവൻ ബീച്ചിലിറങ്ങും. ചിലപ്പോൾ ബീച്ചിലിറങ്ങില്ല, നോക്കാം.
ഗൈസ് അപ്പോൾ ഇംഗ്ലീഷ് മാസമായിരുന്നു കേട്ടോ. ഇംഗ്ലീഷ് മാസമാണ്. ആദ്യം ഉറങ്ങി എണീറ്റിട്ടില്ല. അപ്പോൾ പ്രാർത്ഥിച്ചു ഗൈസ്. നമ്മുടെ പ്രാർത്ഥന കഴിഞ്ഞു. ഇനി നമുക്ക് ബീച്ച് നൈറ്റാണ്. ആദ്യം ഉറങ്ങാണ്. അത് കാരണം ഞങ്ങൾ പിന്നെ കുറേ നേരം കഴിഞ്ഞിട്ട് നമ്മുടെ കാറ് ഓടിയിട്ടുണ്ട്. മറ്റോടത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ തുമ്പയിലൊക്കെ പിന്നെയും ലൈറ്റ് ഉണ്ട്. വലിയ ലൈറ്റുകളുണ്ട്. അത് കാരണം അങ്ങോട്ടൊക്കെ വെളിച്ചം കിട്ടും. ഇവിടെ ലൈറ്റ് ഉണ്ടാവില്ല. ആൾക്കാർ കാമായിട്ട് ഇരിക്കാൻ വരണം, റിലാക്സ് ആയി. അതും ഇവിടുത്തെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ്. എനിക്ക് വെട്ടുകാട് പള്ളിയുടെ ഫ്രണ്ടിൽ തന്നെ ഇതുപോലെ ഒരുപാട് മണല്, ഇവിടെയൊക്കെ ആളുകൾ, അത് നമ്മുടെ പള്ളി, ഇവിടെ ഒരുപാട് പേര് ഇരിക്കുന്നത് കണ്ടാ റിലാക്സ് ചെയ്തിട്ട്. അത് ഞാൻ നമ്മുടെ നാട്ടിൽ കണ്ടിട്ടില്ല. ബീച്ച് മാത്രമായിരിക്കും. അതുപോലെ തുമ്പ പള്ളിയുടെ അല്ല, തുമ്പ ബീച്ചിന്റെ ഫ്രണ്ടിലും മറ്റേ പള്ളികളുണ്ട്. അല്ല, മറ്റേ രൂപ ഏതാ, കടലിന്റെ പുണ്യാളുടെ അവിടെ രൂപ ഉണ്ടാക്കി വെച്ചിട്ടില്ലേ വഞ്ചിയിൽ പോകുന്നത്. അതും പ്രാർത്ഥിക്കുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെയും ആളുകൾക്ക് ഇരിക്കാം. പിന്നെ ഈ പറയണ ഈ വെളിയിൽ വന്നാലും എന്താ കണ്ടോ പള്ളി, ഇവിടെ നമുക്ക് പള്ളി നടയിലൊക്കെ ഇരിക്കാന്നൊക്കെ പറയുമ്പോൾ നമുക്ക് മനസ്സിന് പ്രത്യേക ഇരട്ടി ഇതായിരിക്കും. നമ്മൾ ബീച്ചിൽ പോകുമ്പോൾ തന്നെ ആളുകൾക്ക് റിലാക്സ്ഡ് ആയിരിക്കും. ഒന്നാമത് തന്നെ സങ്കടം ടെൻഷനൊക്കെ ഉണ്ടെങ്കിൽ തന്നെ റിലാക്സ്ഡ് ആയിരിക്കും. ഒരു പ്ലെയിൻ മൂട്ടിട്ട് അപ്പസ് കാണിച്ചു. ഇവിടെ അടുത്തല്ലേ മറ്റേ ട്രിവാൻഡ്രം എയർപോർട്ടിൽ നിന്ന് പോണതാ. പൊന്തണല്ലോ, പൊന്തണതാ. അത് ഇതിന്റെ മുകളിൽ കൂടെ പോണേ. പകല് കാണുമ്പോ നല്ല വലിപ്പുണ്ടാവും. അതെ, എല്ലാ പള്ളികളുടെ ബാക്കിലോ സൈഡിലേക്കോ ആവും. ഇത് ഫ്രണ്ട് അല്ലേ, ഇത് ബാക്ക് തന്നെയാ. പക്ഷെ ബീച്ചിൽ വരുന്നവർക്ക് ബീച്ച് നോക്കിയിരിക്കാൻ റിലാക്സ്. അപ്പൊ ഞാൻ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ബീച്ചിലൊക്കെ ആളുകൾ ഇന്നും അറിയാത്തൊരു കാര്യം, എന്തുകൊണ്ടാണ് ബീച്ചിൽ പോയി തിരണ്ടിയിരിക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ ഒരു റിലാക്സ്ഡ് ആവും എന്നുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ട്. സത്യം തന്നെയാണ്. അപ്പൊ നമുക്ക് ഒന്നും കൂടിയും ഒരു ദൈവത്തിന്റെ മുന്നിൽ തന്നെ ഇരുന്ന് നമ്മൾ അപ്പൊ ഡബിൾ റിലാക്സേഷൻ ആയിരിക്കും. അങ്ങനെ വരാറുണ്ട് ഇങ്ങനെ ഇടയ്ക്ക് ഇരിക്കാം. പക്ഷെ ഒരുപാട് നാളിന് ശേഷം ഇപ്പൊ വരുന്നല്ലേ, ഇപ്പൊ ഓരോ മാസങ്ങളായി വന്നിട്ട്. 2 മാസമായില്ലേ, 3 4-5 മാസമായി. വന്നില്ലേ ആദ്യത്തെ ഫെബ്രുവരി 10 വന്നു. ഫെബ്രുവരി 10 ആ, അത് ഇതേപോലെ ഇരിക്കാനൊന്നല്ലോ, പ്രാർത്ഥിക്കാൻ പോയതല്ലേ. ഞങ്ങള് ഇറങ്ങി. ഇവിടെ ആകെ ഒറ്റ ഈ ലൈറ്റ് ഉള്ളൂ. പോ ഇപ്പഴല്ല, കുറച്ച് കഴിഞ്ഞിട്ട്. അതെ കേട്ടാ, അവിടത്തെ ഇവിടെ വരുമ്പോ എല്ലാവർക്കും അറിയാലോ ബീച്ചിൽ ഒരു പ്രത്യേക വൈബ് തന്നെയാണ്. ഫ്രണ്ടിൽ തന്നെ പള്ളിയിലെ ഇവിടത്തെ ലൈറ്റുകൾ കണ്ട കൈസ്, അറ്റത്ത് കാണുന്ന ലൈറ്റുകള്. അത് കണ്ടപ്പോ പൊന്നു അല്ലെങ്കിൽ ഒരു സാധനം ഉണ്ട്. അപ്പുറത്ത് ബിൽഡിങ്ങുകളാണ് ലൈറ്റ് കത്തിക്കണേന്ന്. അതൊന്നും ബിൽഡിംഗ് അല്ല കൈസ്. ഇത് ബോട്ട്, മറ്റേ മീൻ പിടിക്കാൻ പോലുള്ള ബോട്ടുകൾ കിടക്കണതാണ് ആ ലൈറ്റുകളൊക്കെ. ഇതൊക്കെ കടലിന്റെ അറ്റാണ്. അപ്പൊ അതൊക്കെ മീൻ പിടിക്കാൻ പോയിട്ടുള്ള ബോട്ടുകളാണ് കൈസ് എല്ലാം എടുക്കണത്. ആ ഓക്കേ. ആ ബോള് അവിടെ പോസ്റ്റ് കുത്തിണ്ട്. നൈസല്ല കളിക്കാൻ. അങ്ങനെ നടക്കാൻ നല്ല രസാ മണലിലൂടെ. ആദ്യം നടക്കണം മാത്രം. ഓ അന്ന് നമ്മൾ ഓടിയത് ഓർമ്മയുണ്ടാ? ഓടി കളിച്ചത് ഓർമ്മയുണ്ടാ? തുമ്പയില് ഞാനപ്പം കൂടിയിട്ട് ഓടി മറിഞ്ഞൊരു ഇതുണ്ടായിരുന്നു. എന്റെ അമ്മ ഓടിയിട്ട് കതച്ച് പട്ടിയായി. പൊക്കോ, മമ്മിന്റെ അടുത്ത് പൊക്കോ. തിര വരുന്ന സൗണ്ട്.
യെസ് ഗായ്സ്, കടൽ. കുറച്ചുകൂടി നേരത്തെ വന്നെങ്കിൽ കടൽ കാണായിരുന്നു. ഇത് ഇത്രയ്ക്കും നല്ലട്ടായിരുന്നല്ലേ. ഇതിപ്പോ കൊറേ ഇറങ്ങിപ്പോയി കടല്. ശരിക്ക് ഇവിടം വരെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടം വരെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ ഇത്രത്തോളം അങ്ങോട്ട് ഇറങ്ങിപ്പോയി. ആയി അടിച്ച് ആദിച്ചിരിക്കും. അതിനെ കാണുന്നില്ല, അത് ചിരിക്കണ്. അടിച്ചെണീറ്റു. പള്ളിമണി അടിക്കുന്നുണ്ട്. അപ്പൊ ഗായ്സ്, ഇനി ഞങ്ങള് കുറച്ച് കുടുംബവിശേഷമൊക്കെ പറഞ്ഞിട്ടിരിക്കട്ടെ. അമ്മേ അമ്മ സുഖം ഇരിക്കുമ്പോ അല്ലേ. കപ്പലണ്ടിയുടെ മണി ടിങ് 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 തട്ടണത്. ടിക്കറ്റ് 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 അണ്ടാ മണി, കപ്പലണ്ടി മണി. മണല് കൊടയാണ് ബീച്ചിന്റെ അവിടെ വീടുള്ളവർക്ക് എല്ലാ സാമുകളിലും വന്നിട്ട് നോക്കിയിരുന്നാ പിന്നെന്താ. ബീച്ച് ഒരിക്കലും മടുക്കില്ല. ബീച്ച് മടുക്കാത്ത ആൾക്കാരുണ്ട് ഗൈസ്, അല്ല മടുത്ത ആൾക്കാരുണ്ട് ഗൈസ്. ഓടി കളിച്ച് വാടി സ്കൂട്ടിനാണ്. ബീച്ച് ഭയങ്കര ഇഷ്ടമാണ്. ആളെ എണീറ്റ് വശം ഉഷാറായി ബീച്ച് കണ്ടപ്പോ. പണ്ട് ചെറുപ്പത്തില് ബീച്ചുകൾ അപ്പൊ ഇപ്പൊ ഇറങ്ങണില്ലേ. ഇപ്പൊ വെള്ളം അലർജി, ജ്വരം വരും. സലികുമാർ പറഞ്ഞ പോലെ പണ്ടപ്പൊ ബീച്ചിലൊക്കെ ഉരുണ്ട് ഇങ്ങനെ ഓരോ സാധനങ്ങളും ഓരോ സാധനങ്ങളൊക്കെ ഉണ്ടാക്കും. ഇപ്പൊ വെള്ളം അലർജി, മാസത്തിലൊരു തവണ കുളിച്ചാ ജ്വരം വരും. അവന് നനയില്ലേ, അത് കാരണം അടിച്ചിന് സന്തോഷായി. ബോള് കൊണ്ടില്ലേ വിച്ചപ്പൂസും ബോള് കളിക്കാൻ. ഓ അന്ന് അതാ ഞാൻ പറഞ്ഞ, അന്ന് ഞാൻ ഇവന് ഓടി കളിച്ചിട്ട് ഓടിപ്പെട്ടഞ്ഞ് വീണ്. പക്ഷെ വീഴുമ്പോഴൊന്നും ഒരു പ്രശ്നമൊന്നുമില്ല അല്ലേ, വളലായതുകൊണ്ട് ചാടിയിട്ടൊക്കെ വീണിരുന്നത്. ഇനി ആദിസിന്റെ കൂടെ കളിക്കാനായിട്ട് 2 മണി വേണം. അപ്പു വലുതായി കല്യാണം കഴിഞ്ഞു. അപ്പൊ അപ്പു ആദിസം കളിച്ച പോലെ ആ പ്രായമാവും അപ്പോഴേക്ക് ആദ്യം. അപ്പൊ അവര് തമ്മിലുള്ള ഒരു 10-12 വയസ്സ്. അവൻ വലുതാവണം എന്റെ കാര്യമില്ല പറഞ്ഞത്. അതെ, അവൻ വലുതായി പെണ്ണ് കെട്ടി കൊച്ചുണ്ടാവൂലോ, അതൊരു മാളൂസായിരിക്കും. അതിന്റെ കൂടെ ആദ്യം കളിക്കും. അപ്പൊ പള്ളിയിലെ അച്ഛൻ അവനെ പോണതാട്ടെ. സൂപ്പറാണ്. യെസ്, അങ്ങനെ പറയരുത്. പള്ളിയിൽ വെച്ചാൽ നല്ല കാര്യം. അതല്ല അങ്ങനെ പറയണവരൊക്കെ എന്റെ ഫ്രണ്ടായിണ്ട്, ഒരു കസിനാണ്. അവനൊക്കെ ജീവിതത്തില് പള്ളിയിൽ വെച്ചാന്ന് വിചാരിച്ചില്ല. തലയൊരു സ്വഭാവമായിരുന്നു. ചേട്ടനെ വിളിക്കുന്നു വന്നിട്ട് കളിക്കാൻ വിളിക്കും. സന്തോഷമായി. കൊറേ നാളായി ഞങ്ങള് വന്നിട്ടേ. മറ്റേത് വീക്കെൻഡൊക്കെ മിക്കവാറും വരാൻ ശ്രമിക്കാറുണ്ടായിരുന്നു. ഇപ്പൊ വീക്കെൻഡ് വരാൻ പറ്റാറേയില്ലേ. അലിവനിന്റെ സന്തോഷം കണ്ടു. മണ്ണിനുള്ളിൽ പോയി ആള് ഒളിച്ചിരിക്ക ഒരു ജീവിയില്. ഞണ്ടെ പൂവല്ലേ, ഞങ്ങൾക്ക് സൺഡേ സ്പെഷ്യൽ തരുന്നുണ്ടോ? ഞണ്ട് റോസ്റ്റ്. നമ്മള് നോമ്പില്, ഞങ്ങള് നോയമ്പിലായതുകൊണ്ട് കുഞ്ഞുമണിയെ ഗായ്സ്. അപ്പൊ ആദീസിനെ കുറച്ചു നേരം വെള്ളത്തില് കാലൊക്കെ വെച്ചിട്ട് കളിപ്പിച്ചപ്പോ നനഞ്ഞ് നിക്കണേ. നനഞ്ഞ് കഴിഞ്ഞപ്പോ ആൾക്ക് വേഗം മാറണം. എനിക്കറിയാം, ഞാൻ എപ്പോഴും ബീച്ചിൽ വരുമ്പോ ഒരു ജോഡി ഡ്രസ്സും തോർത്തൊക്കെ പിടിക്കും. ഞങ്ങൾ പതുക്കെ അവനെ ഇവിടെ നമ്മുടെ പള്ളിയുടെ സൈഡിൽ തന്നെ പൈപ്പും കാര്യങ്ങളും ക്ലീനിങ് ഒക്കെ ചെയ്യാനുള്ളതുണ്ട്. അപ്പോൾ അവിടെ പോയി രണ്ടാമത് ആദ്യം മുന്നേ കൈകാലം കഴുകി മേലൊക്കെ വെള്ളം ഒഴിച്ച് തോർത്തൊക്കെ തുടച്ച് ഡ്രസ്സ് വേറെ ചേഞ്ച് ചെയ്ത് ഞങ്ങൾ പതുക്കെ പോവാന്ന് വിചാരിച്ചു അല്ലേ. അതേ ആംബിയൻസ് കുറേ ആളുകളുണ്ട് എപ്പോഴും. ഒരുപാട് ഒരു പട്ടിക്കുട്ടൻ്റെ അച്ഛനും അമ്മയും പട്ടിക്കുട്ടനാണ് കേട്ടോ വരുന്നത്. ചെറുത് കണ്ട അച്ഛനും തോന്നുന്നു. കൊച്ചാണെങ്കിൽ വരെ ഫൈറ്റ് കണ്ട് പുറകെ നടക്കുക. എനിക്ക് തോന്നുന്നു അമ്മ പറയുന്നുണ്ടോ, മനുഷ്യ നിങ്ങളൊന്ന് വായ, കൊച്ചിന് വിശക്കുന്നു, എന്തെങ്കിലും കൊടുക്കണ്ടേന്ന്. അപ്പൊ അച്ഛൻ പറയണു, എന്റെ ഈ ഞൂണ്ടി കാലും വെച്ചിരിക്കും നടക്കാൻ തന്നെ വയ്യ, ഇന്ന് നീ പോകുന്നു.
കൊച്ചാണെങ്കിൽ പാവം അത് എവിടുന്ന് കിട്ടും മാമുന്നോണ്ട് നടക്കുന്നു. ഇവര് തമ്മിൽ അങ്ങനെയൊക്കെ ആവൂല സംസാരിക്കുന്ന അമ്മ സുന്ദരിയാട്ടാ. അമ്മടോ മനുഷ്യ വാടോ അമ്മ നോക്കാതെ ഞാൻ വയറില. അപ്പൊ ഗൈസ് അപ്പോ വിച്ചു ആദിസിനെ അവിടെ പൈപ്പിന്റെ അവിടെ അവനെ ക്ലീൻ ചെയ്യിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ അവനുള്ള തോർത്തുമുണ്ടും അവന് മാറാനുള്ള ഡ്രസ്സൊക്കെ ഇവിടുന്ന് സെറ്റാക്കി കൊണ്ടുപോകാൻ വേണ്ടി പിടിക്കാൻ വേണ്ടി വെച്ചു. അവന്റെ ടോയ്സ് ഒക്കെ ഇവിടെ ഉണ്ട്, കാറിന്റെ പുറകിൽ ഇടാറുള്ളതൊക്കെ. അവിടെ നിന്ന് വരുന്നുണ്ട്. ഒരാള് അപ്പനെ വലിക്കുക. നനഞ്ഞു കഴിഞ്ഞപ്പോ അവന് ഭയങ്കര വേഗം മാറണമെന്നായി. തല നനച്ചൊന്നുമില്ല കേട്ടോ, അവിടെ പൈപ്പ് ഉണ്ട് ഇങ്ങനെ മേല് കഴിക്കാനൊക്കെ. ഒരു സെറ്റപ്പ് ഉണ്ട് അങ്ങനെ. നമ്മള് വീട്ടിലെത്തി. ചാടി ചാടി നിക്കാണ്. ചാലി ചാലിപ്പേ 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 ചിമ്പാപ്പൻ ചിമ്പാപ്പൻ ചിമ്പാപ്പൻ. സങ്കടം ചിമ്പ് കരഞ്ഞൂട്ടാ. കാരണം ഞങ്ങള് പോകുമ്പോ വണ്ടിയിലുള്ളിൽ അവന്റെ കണ്ണ് കണ്ട കരഞ്ഞിട്ട് റോസുകൾ സങ്കടം തുടക്കിന് കണ്ണീര് ചിമ്പു. ഞങ്ങള് കാറ് സ്റ്റാർട്ട് ചെയ്ത് ബീച്ച് ബാഗ് ആദിസിന് കളിക്കാനുള്ള ഞങ്ങൾ തുറന്നുമുടക്കുള്ളത്. ആദ്യം കണ്ണ ചിമ്പുവിനെ ഞങ്ങൾ കൊണ്ടുപോകാറില്ലല്ലോ. ആ ഓടി വന്ന് ബാക്കിൽ കയറി ഇരുന്നു. അപ്പൊ ഞങ്ങള് വിചാരിച്ചു കുറച്ച് നേരം ഇരിക്കട്ടെ. പോവാതെ ഇറക്കി വിട്ടപ്പോ തൊട്ടുള്ള കരച്ചില്ല സങ്കടം. ചാലിപ്പൻ ഗുഡ് ബൈ. അപ്പൊ ഇതാണ് ഞമ്മളുടെ ഇന്നത്തെ ഒരു കുട്ടി വീഡിയോ. അതെ. നോക്കൂ. ഹായ് ബൈ. ഹായ്. ചിമ്മുനെ കൊണ്ടുപോയില്ലേ? അച്ചുടോ. ഗുഡ് നൈറ്റ്. അതിശേ അല്ല ചിമ്പു ഗുഡ് നൈറ്റ് പറഞ്ഞല്ല. ഗുഡ് നൈറ്റ്. എന്താ പേര്? ഹായ് അന്ന. +2 ഇപ്പൊ എക്സാം എഴുതിയിരിക്ക. ആ അടുത്ത കൊല്ലത്തില്ല. ഓ അപ്പൂസ് ഇപ്പൊ എക്സാം കഴിഞ്ഞിരിക്ക. ഒരു ഡ്യൂട്ടി അല്ലേ. അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാല് ലൈക്ക് അടിക്കുക. അതെ. അപ്പൊ നാളെ നല്ലൊരു വീഡിയോ കാണുമ്പോഴേക്കും അല്ല അടിയിലേക്ക് വീഡിയോ